ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. എങ്കിലും മിടുക്കിയായ ഈ പോലീസ് ഓഫീസറെയും ഹസ്ബൻഡിനെയും എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ. എങ്കിലും മിടുക്കിയായ ഈ പോലീസ് ഓഫീസറെയും ഹസ്ബൻഡ് Catch it. അത് തുറന്ന് ഗുളിക എടുക്ക. ഒന്നയാൾക്ക് കൊടുക്ക്. പകുതി കഴിച്ചാ മതി കേട്ടോ, ബാക്കി പകുതി പിന്നെ കഴിക്കാം. കുഞ്ഞിനെ ഞാൻ തരാം, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ അത് കഴിക്കണം. ഈ ഗുളിക കഴിക്കൂ. കഴിക്കില്ല. അങ്ങനെ പറയരുത്, കഴിക്കൂ. അങ്ങനെ പറയും, കഴിക്കില്ല. അയ്യോ കൊതിയൻ ആദ്യമുണ്ട്. നിനക്കെല്ലാം കളിക്കാൻ പോലീസിനെ കിട്ടിയുള്ളൂ, അത് എന്നെ. ഞങ്ങളെയൊക്കെ വിട്ടുകളാക്കി നിനക്കങ്ങ് രക്ഷപ്പെടാവുന്നോ? പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. രണ്ടുപേരോടൊരു കാര്യം പറഞ്ഞോട്ടെ. വല്ലതും പറയാനുണ്ടെങ്കിൽ പറയടോ, ഇല്ലെങ്കിൽ മെനക്കെടുത്താതെ പോ. ഞാൻ നിങ്ങൾക്ക് തന്നത് ഉഗ്രശേഷിയുള്ള ബോംബാ. ലേത്തൽ ബോഡി ക്യാവിറ്റി ബോംബ്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? ലിക്വിഡ് ബോംബ്. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് കിലോമീറ്ററോളം ചുറ്റളവിലെല്ലാം ചുട്ടിച്ചാമ്പലാവും. സാബിർ, വേണ്ട. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കാം. ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? നിനക്കൊരമ്മയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു, പക്ഷെ ഒരു പോലീസ് ഓഫീസറെ തോൽപ്പിക്കാൻ കഴിയില്ല. கொஞ்சம் அங்கே பாரு கண்ணா. ഇതും കൂടി കളഞ്ഞേക്കൂ. ഞാനിത് വിഴുങ്ങിയിട്ടില്ല. പൊട്ടനായിരുന്നു ഞാൻ. അയ്യോ എന്തൊരു വയറ്റ് വേദന. പെട്ടെന്ന് സർജറി നടത്തിയാൽ ബോഡി ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവും. അപ്പോ ബ്ലാസ്റ്റിംഗ് സംഭവിക്കാം. ഞാൻ ഛർദ്ദിച്ചു നോക്കി, അപ്പിട്ട് നോക്കി, എന്നിട്ട് പുറത്തു വന്നില്ല, പുറത്തേക്ക് വരുന്നില്ല. ഇനി രണ്ടും കൽപ്പിച്ച് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചാൽ തന്നെ അതിനു വേണ്ട മെറ്റീരിയൽസ് ഒന്നും ഈ ഹോസ്പിറ്റലിൽ ഇല്ല. അങ്ങനെ പറയരുത്, ഡോക്ടർ സഹായിക്കണം, അവനൊരു പാവമാ. One day later. സുരചേട്ടാ, മെത്തി മെത്തി സ്ഥലമെത്തി. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു. എന്താണ് ഇത്? എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. കൂടുതൽ നന്നായി പോയി. ഒരു ഒറ്റ കീറ് വെച്ചോ. ഇത് ഒറിജിനൽ അല്ല, ഞാൻ ചെയ്തതാ.